യഥാർത്ഥത്തിൽ ഈ കേസ് സുപ്രീം കോടതി വെർബലി തള്ളുക മാത്രമല്ല ചെയ്യുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പെഡലിക്ക് പിടിച്ച് തള്ളുകയാണ് സത്യത്തിൽ ഈ കേസ് ചെയ്തിരിക്കുന്നത്. ഇഡിക്ക് വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറലാണ്. അയാൾ ആരാന്ന് വെച്ചാൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ പേര് SB രാജു എന്നാണ്, അഡ്വക്കേറ്റ് SB രാജു. ഇദ്ദേഹമാണ് കെജ്രിവാളിനെ എതിരെ കോടതിയിൽ ഹാജരാവുകയും കെജ്രിവാളിൻ്റെ കേസിൽ കെജ്രിവാളിന് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള SB രാജു എന്ന് പറയുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് എനിക്കെതിരെ ഹാജരായ ഒരു വക്കീൽ. രണ്ടാമത്തെ വക്കീൽ സ്റ്റേറ്റിനെതിരെ ഹാജരായത് ആരാ നിങ്ങൾ? നീരജ് കൗൾ എന്ന് പറയുന്ന വക്കീലാണ്. നീരജ് കൗളിന് 1, 2, 5, 6 ലക്ഷം രൂപ കൊടുത്താൽ പോരാ, ലക്ഷങ്ങൾ. ഈ നീരജ് കൗള് KM ഷാജിക്കെതിരെ സുപ്രീം കോടതിയിൽ വരുന്നത് 5 തവണയാണ്. ഏറ്റവും ചുരുങ്ങിയത് 1.5 കോടി രൂപ അദ്ദേഹത്തിന് മാത്രം ഫീസ് ചിലവായിട്ടുണ്ടാവും. ഈ സർക്കാരിന് 1.5 കോടി രൂപയോളം ചിലവായിട്ടുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസ് സുപ്രീം കോടതി വെർബലി തള്ളുക മാത്രമല്ല ചെയ്യുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പെഡലിക്ക് പിടിച്ച് തള്ളുകയാണ് സത്യത്തിൽ ഈ കേസ് ചെയ്തിരിക്കുന്നത് എന്നതാണ്. ഇതുമായിട്ട് മേലാൽ ഈ കേസുമായിട്ട് ഇവിടെ വരരുതാണ്. ഞാൻ ഒരൊറ്റ കാര്യമാണ് പറയണത്, സത്യസന്ധതയുണ്ടെങ്കിൽ ഈ കേസിൽ നിന്നെങ്കിലും സഖാബ് പിണറായി വിജയന് പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു മൊഴിയുണ്ട്, പബ്ലിക് ഡൊമൈനിൽ അത് നിങ്ങൾക്ക് ലഭ്യമാണ്. എന്താണെന്നറിയോ? ഈ നൗഷാദ് എന്ന് പറയുന്ന കക്ഷി സ്കൂളിൻ്റെ മാനേജർ എടുത്തു പോയിട്ട് സ്കൂൾ അനുവദിച്ചതിന് ഞങ്ങൾക്ക് പൈസ തരണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് സ്കൂളിലെ മാനേജർ പറയുന്നത് അങ്ങനെ പൈസ തരരുത് എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്, ഷാജി പറഞ്ഞിട്ടുണ്ട്. പൈസ ചോദിച്ചു എന്നതിന് പബ്ലിക് ഡൊമൈനിൽ ഇയാളുടെ മൊഴിയുണ്ട്. ഈ പറയുന്നവർക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുമെന്നാണ്. മര്യാദ ഉണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ, സുപ്രീം കോടതിയുടെ പെഡലിക്ക് കിട്ടിയിട്ട് അടികൊണ്ടെങ്കിലും മാന്യത പഠിക്കുമെങ്കിൽ സഖാവ് പിണറായി വിജയൻ ചെയ്യേണ്ടത് എനിക്കെതിരെ കൊണ്ടുവന്ന ഇയാൾക്കെതിരെ കേസെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പൊതു ഖജനാവിൽ നിന്ന് ഏകദേശം 1 കോടിക്കണക്കിന് രൂപയാണ് എൻ്റെ പേരിൽ സർക്കാർ എനിക്ക് ചിലവായിട്ടുണ്ട്. കുറേ പൈസ, ഒരുപാട് കടം വന്നിട്ടുണ്ട്. ഒരു കടബാധ്യതയില്ലാത്ത എനിക്ക് കടം വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ മാനേജ് ചെയ്യാൻ എനിക്ക് കഴിയാം എന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ സർക്കാർ വാങ്ങിയിട്ടുള്ള പൈസ, സർക്കാർ ചെലവഴിച്ചിട്ടുള്ള പൈസ, ആ പൈസ സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടക്കുമോ എന്നതുമാണ് എനിക്ക് ഈ ഒരു സമയത്ത് ചോദിക്കാനുള്ളത്.